വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർമലൈസേഷൻ്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോർമലൈസേഷൻ ആണ് മിൻമാക്സ് നോർമലൈസേഷൻ. മിൻമാക്സ് നോർമലൈസേഷനിൽ റേഞ്ച് 0 to 1 നമുക്ക് നോർമലൈസ് ചെയ്യാൻ, അതായത് ഡേറ്റനെ ട്രാൻസ്ഫോം ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? മിൻമാക്സ് നോർമലൈസേഷൻ ആകുമ്പോഴത്തേക്കും നമുക്കിവിടെ റേഞ്ച് തന്നിരിക്കുന്നത് 0 to 1 ആണ്. ഇതിൽ ഈ 0 എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ ന്യൂ മിനിമം എ, ന്യൂ മിൻ എ എന്ന് എഴുതാം. നമുക്ക് 1 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പുതിയ മാക്സ് എ, ന്യൂ മാക്സ് എ എന്ന് എഴുതാം. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ലെറ്റ് എ correspond to attribute age we infer, നമ്മൾ എന്താണ് ഇൻഫർ ചെയ്യാൻ പോകുന്നത്? ന്യൂ മിന്നെ എന്ന് പറയുന്നത് എന്താണ്? മിനിമം വാല്യൂ. ന്യൂ മിനിമം വാല്യൂ എന്ന് പറയുന്നതാണ് 0. ന്യൂ മാക്സ് എന്ന് പറയുന്നത് എന്താണ്? 1. അപ്പൊ നമ്മുടെ മിന്നെ എന്തായിരുന്നു? മിന്നെ എന്ന് പറയുന്നത് നമുക്ക് ഈ തന്നിരിക്കുന്ന വാല്യൂസിൽ ഏറ്റവും ചെറിയ വാല്യൂ, അത് എത്രയായിരുന്നു? 30. മാക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ടപ്പിൾസിലെ ഏറ്റവും വലിയ വാല്യൂ, അത് എത്രയാ? 70. ഇത്ര എഴുതിയത് മനസ്സിലായല്ലോ. ഇനി നോർമലൈസേഷന്റെ ഇക്വേഷൻ നോക്കാം. വി ഡാഷ് ഇസ് ഈക്വൽ ടു വി മൈനസ് മിന്നെ ബൈ മാക്സ് എ മൈനസ് മിന്നെ ഇൻറ്റു ന്യൂ മാക്സ് എ മൈനസ് ന്യൂ മിന്നെ പ്ലസ് ന്യൂ മിന്നെ. ഇതാണ് നമ്മുടെ മിൻമാക്സ് നോർമലൈസേഷന്റെ ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ വാല്യൂസ് എല്ലാം നമുക്ക് ഇതിലേക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് വി എന്ന് പറയുന്നത്? വി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ, നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ തന്നിരിക്കുന്ന ഏജിന്റെ വാല്യൂ എന്ന് പറയുന്നത് വി ഈക്വൽ ടു 35 ആണ്. അപ്പം നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. വി ഡാഷ് ഇസ് ഈക്വൽ ടു 35 മൈനസ് മിന്നെ എന്ന് പറയുന്നത് എത്രയാണ്? 30 ബൈ മാക്സ് 70 മൈനസ് 30. ന്യൂ മാക്സ് എന്ന് പറയുന്നത് 1 മൈനസ് 0 പ്ലസ് ന്യൂ മിന്നെ എന്ന് പറയുന്നത് 0. ഇതാണ് നമുക്ക് വരുന്നത്. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 0.38 എന്ന് കിട്ടും. നമ്മൾ റൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 0.39 ആയിട്ട് എഴുതാം. ഇതാണ് നമ്മുടെ മിൻമാക്സ് നോർമലൈസേഷൻ പെർഫോം ചെയ്യുന്ന രീതി.